Hello everyone. So in this video we are just looking to the chapter Ghoshayatra which was written by കുഞ്ചൻ നമ്പ്യാർ. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷനിലോട്ട് നമുക്ക് ആദ്യം വരാം. കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത് മലയാളത്തിലുള്ള ത്രയകവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ബാക്കി രണ്ടാൾ നമുക്ക് അറിയാൻ പറ്റും, ചെറുശ്ശേരി ആൻഡ് എഴുത്തച്ഛൻ. ഈ ഗ്രേറ്റ് പോയിറ്റ്സ് ആണ് ബാക്കിയുള്ള രണ്ട് പോയിറ്റ്സ്. കൂടെ കുഞ്ചൻ നമ്പ്യാർ. ഇവരാണ് ട്രയംവറേറ്റ്സ് ഓഫ് മലയാളം പോയട്രി എന്ന് പറയുന്നത്. മലയാളം കവിതയുടെ ത്രയ കവികൾ എന്നറിയപ്പെടുന്നത് ഇവരാണ്. കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു പോമാണ് ഘോഷയാത്ര എന്ന് പറയുന്നത്. ഘോഷയാത്ര എന്ന് പറയുന്ന ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് ആദ്യമൊന്ന് പറയാം. ആട്ടിടയന്മാർ കുടിൽ കെട്ടി താമസിക്കുന്ന ചെറിയ ചെറിയ കൂരകൾ, കാട്ടിനുള്ളിലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾക്കാണ് ഘോഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടേക്ക് ഈ ഒരു ദുര്യോധനൻ എന്ന് പറയുന്ന രാജാവ്, ഈ ഒരു സ്റ്റോറി ബേസ് ചെയ്ത് കിടക്കുന്നത് മഹാഭാരതീയമായിട്ടാണ്. മഹാഭാരതത്തിലുള്ള 9ാമത്തെ ചാപ്റ്ററായിട്ടുള്ള വനപർവം എന്ന് പറയുന്ന ചാപ്റ്ററുമായി കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പോയട്രി ഉള്ളത്. ഈ 9ാമത്തെ ചാപ്റ്ററായിട്ടുള്ള വനപർവത്തിൽ പറയുന്നത് പാണ്ഡവരും കൗരവരും തമ്മിലൊരു ചൂത് നടക്കുകയാണ്, ഒരു ഗാംബ്ലിങ് നടക്കുകയാണ്, ഒരു ഗെയിം. അതിലെന്തെയാണ്, കൗരവർ കുബുദ്ധി ഉപയോഗിച്ച് തെറ്റായ രീതിയിൽ കളിച്ച് അവർ വിജയിക്കുകയാണ്. പാണ്ഡവർ നല്ല രീതിയിൽ കളിച്ചു, അവർ കുബുദ്ധിയൊന്നും യൂസ് ചെയ്തില്ല, അവർ നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് തന്നെ അവർ പരാജയപ്പെടുകയാണ്. ഇതിൻ്റെ ശിക്ഷയായിട്ട് 12 വർഷക്കാലം ദ്വൈതവനം എന്ന് പറയുന്ന വനത്തിൽ, കാടിനകത്ത് പാണ്ഡവർ താമസിക്കണം. അതാണ് അവർക്കുള്ള ശിക്ഷ. മറിച്ച് ദുര്യോധനനാണെങ്കിലോ, ദുര്യോധനൻ എന്ന് പറയുന്നത് കൗരവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പിന്നീട് രാജാവായിട്ട് വരികയാണ്. സോ ഈ ഒരു സ്റ്റോറിയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. മഹാഭാരതത്തിലെ 9ാമത്തെ ചാപ്റ്ററായിട്ടുള്ള വനപർവം എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള കഥയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു കവിതയാണ്. ആ ഒരു കഥയ്ക്ക് ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും, ദുര്യോധന രാജാവായി പാണ്ഡവർ കാട്ടിൽ ജീവിക്കുകയാണ്. അപ്പോൾ പാണ്ഡവരുടെ സ്ഥിതിഗതികൾ ഇദ്ദേഹത്തിന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ ഈ ദുര്യോധനൻ രാജാവ് എന്ത് ചെയ്യാണ്, ഒരു ദൂതനെ, ഒരു മെസ്സഞ്ചർ അയക്കുകയാണ് കാട്ടിനകത്തേക്ക്. ആ മെസ്സഞ്ചർ പോയിട്ട് തിരിച്ച് വന്നിട്ട് ദുര്യോധനൻ എന്ന് പറയുന്ന രാജാവിൻ്റെ അടുത്ത് പറയുന്ന വാക്കുകളാണ് നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത്. ഹിയറോ ബ്രേവ് ഹിയർ എന്ന് പറയുന്ന ലൈൻ തുടങ്ങുന്ന ഈ ഒരു പോയം എന്ന് പറയുന്നത് ഈ മെസ്സഞ്ചർ തിരിച്ചു വന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഈ പോയട്രിക്ക് ആകെ 2 സ്റ്റാൻസേ ഉള്ളൂ. അപ്പോൾ 2ാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് മെസ്സഞ്ചറുടെ റിപ്ലൈ, ആ ഒരു ഡീറ്റെയിൽസ്, അതിൽ ആര് സംതൃപ്തനല്ല, ദുര്യോധന രാജാവ്. അപ്പോൾ അദ്ദേഹം എന്തെയാണ്, കോപിച്ച് കണ്ട് അദ്ദേഹം അരിശം പൂണ്ട് റിപ്ലൈ കൊടുക്കുന്നതാണ് സെക്കൻഡ് പാസേജ്. അപ്പോൾ ഈ ഒരു കവിതയിലോട്ട് നമുക്ക് വരാം. ഇതിൻ്റെ ബേസ് ഓർത്ത് വെക്കുക, ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ഓർത്ത് വെക്കുക. ഘോഷയാത്ര എന്ന് പറയുന്നത്, ഈ ഒരു ഘോഷം എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് പാണ്ഡവന്മാർ താമസിച്ചിരുന്നത്. കാട്ടിലകത്ത് പോയി അവിടെ ഈ ആട്ടിടയന്മാരൊക്കെ ഇവർക്ക് അഭയം നൽകുകയാണ്. അതിനുശേഷം ഇവർ ഈ ഘോഷം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുകയാണ്. അവിടെ മുനിവരിമാരുണ്ട്, സന്യാസികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇവരവിടെ താമസിക്കുന്നത്. വളരെ സുഖമായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് മെസ്സഞ്ചർ കാണുന്നത്. അദ്ദേഹം വളരെ സുഖമായിട്ടാണ് അവർ കാട്ടിൽ താമസിക്കുന്നത് എന്നുള്ള വിവരം ദുര്യോധനൻ രാജാവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ അത് അദ്ദേഹത്തിന് അത്ര പിടിക്കുന്നില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് സെക്കൻഡ് പാസേജിനകത്ത് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ദുര്യോധനൻ എന്ന് പറയുന്നുണ്ട്, തൻ്റെ രാജ്യത്തുള്ള എവിടെയാണെങ്കിലും അദ്ദേഹത്തിന് സഞ്ചരിക്കാം, അദ്ദേഹം രാജാവാണ്. അപ്പോൾ ഈ കാടിനകത്തു, ദ്വൈതവനം എന്നാണ് ആ വനത്തിൻ്റെ പേര്, കാടിൻ്റെ പേര്. ആ കാടിനകത്തൂടെ ഇദ്ദേഹത്തിന് സഞ്ചരിക്കണം. കാര്യം എന്താ, പാണ്ഡവരെ ഒന്ന് കാണുക, പാണ്ഡവർക്ക് മുമ്പിൽ ഒരു രാജാവിനെ പോലെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെ ഈ ഘോഷങ്ങളിലേക്ക്, ആട്ടിടയന്മാരുടെ കുടിൽ കെട്ടി താമസിക്കുന്ന അത്തരം സ്ഥലങ്ങളിലേക്ക് പാണ്ഡവരെ കാണാൻ, അല്ലെങ്കിൽ പാണ്ഡവർ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് പോകുന്ന ആ ഒരു യാത്രയാണ് ദുര്യോധനനും അതുപോലെ തന്നെ കൗരവ പടയും പോകുന്ന ആ യാത്രക്കാണ് ഘോഷയാത്ര എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും പോയട്രിയിലോട്ട് വരാം. ഇത്രയും ഇൻട്രൊഡക്ഷൻ ഓർത്ത് വെക്കുക. കുഞ്ചൻ നമ്പ്യാരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചെറിയ കവിതയാണ് ഘോഷയാത്ര. ഓക്കെ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. കാരണം അൺഫോർച്ചുനേറ്റ്ലി വി കുഡൻറ്റ് ടച്ച് ഇറ്റ് ഓൺ ക്ലാസ് റൂം. അപ്പോൾ നമുക്ക് ക്ലാസ് റൂമിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് വീഡിയോയിൽ നമ്മൾ എടുക്കുന്നത്. ഇൻറ്റേർണൽ എക്സാമിന് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ ഈ ഒരു അധ്യായത്തെ കാണാം. സോ ലെറ്റ്സ് കം. ഹിയർ ഓ ബ്രേവ് ഹിയർ. ഈ ദൂതൻ തിരിച്ചു വന്നിട്ട് പറയാണ്, ധീര, വീര. ആരെയാണ് വിളിക്കുന്നത്? ദുര്യോധനൻ രാജാവിനെ. ഹിയർ ആൻഡ് ദസ് ഹാവ് എ പീസ് ഓഫ് മൈൻഡ്. ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? മനസ്സിന് സമാധാനം ഉണ്ടാവും. കാരണം ദുര്യോധന രാജാവ് ക്യൂരിയോസിറ്റി ആയിട്ട് നിൽക്കുകയാണ്, ആങ്സൈറ്റി ആയിട്ട് നിൽക്കുകയാണ്. മെസ്സഞ്ചർ പോയി തിരിച്ചു വന്നിട്ട് എന്ത് പറയുമെന്നുള്ള ആശങ്കയോട് കൂടിയിട്ട് നിൽക്കുകയാണ്.
ദോസ് അഡോൺഡ് വിത്ത് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗ്രൂസ്. ഇവിടെ ദോസ് എന്ന് പറയുന്നത് പാണ്ഡവരെയാണ്. മെസ്സഞ്ചർ പറയാണ് പാണ്ഡവർ അവർ ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ടാണ് കാട്ടിൽ ജീവിക്കുന്നത്. ഗുരുക്കന്മാരുടെ ഗുരുവര്യന്മാരുടെ കടാക്ഷം അവർക്കുണ്ട്, അവരുടെ ആ ഒരു അനുഗ്രഹം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കാട്ടിലൊരു കുഴപ്പമില്ല. ആർ ബ്ലെസ്ഡ് ഫോർ ലൈഫ്. അവരുടെ ജീവിതകാലം മുഴുവൻ അവർ അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരാണ്. ഡിസ്പയർ ടച്ചസ് ദം നോട്ട് കിങ് ഹിയർ. ഓ രാജാവ് നിങ്ങൾ കേട്ടാലും, ദുര്യോധനോടാണ് മെസ്സഞ്ചർ പറയുന്നത്. ഡെസ്പയർ ടച്ചസ്, ഒരു രീതിയിലുള്ള നിരാശ, നിരാശ, ഒരു രീതിയിലുള്ള നിരാശയോ ബുദ്ധിമുട്ടോ അവരെ ടച്ച് ചെയ്തിട്ട് പോലുമില്ല, അവർ അനുഭവിച്ചിട്ട് പോലുമില്ല. അവർ കാട്ടിൽ വളരെ സുഖത്തോടെയാണ് താമസിക്കുന്നത്. വളരെ പീസ്ഫുള്ളായി, ശാന്തരായി, സമാധാനമുള്ളവരായിട്ടാണ് അവർ കാട്ടിൽ താമസിക്കുന്നത്. മെറിലി ലൈവ് ദ പാണ്ഡവാസ്. അപ്പോൾ പാണ്ഡവർ കാട്ടിൽ ജീവിക്കുന്നത് മെറിലിയാണ്, സന്തോഷത്തോടെയാണ്. ഈവൻ ഈ ദ ഡെപ്ത് ഓഫ് ദ ഫോറസ്റ്റ്, അത് കാട്ടിൻ്റെ ദ്വൈതവനത്തിൻ്റെ അകത്തളങ്ങളിലാണ് അവർ താമസിക്കുന്നത്. എങ്കിൽ പോലും അവർ ഹാപ്പി ആണെന്ന് പറയാണ്. വിത്തൗട്ട് എനി ഇംഗ്ലിംഗ് ഓഫ് സോറോ. ഇംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ സൂചന എന്നാണ്. ദുഃഖത്തിൻ്റെ ഒരു സൂചനയും അവരിൽ ഞാൻ കണ്ടിട്ടില്ല. അവർ വളരെ സന്തോഷത്തോടെയാണ് കാട്ടിൽ താമസിക്കുന്നത്. അലോങ് വിത്ത് ദ ബെയിങ് സേജസ്, അവർ താമസിക്കുന്നത് ബെനൈൻ സേജസ് എന്നാണ്. ബെനൈൻസ് എന്ന് പറഞ്ഞാൽ വളരെ കരുണയായിട്ടുള്ള ഹൃദയമുള്ള, വളരെയധികം കൈൻഡായിട്ടുള്ള, ദയയുള്ള. സേജസ് മീൻസ് ഗുരുവര്യന്മാർ, മുനിവര്യർ. വളരെയധികം കരുണയുള്ള മുനിവര്യരുടെ കൂടെയാണ്, ഗുരുക്കന്മാരുടെ കൂടെയാണ്, സന്യാസികളുടെ കൂടെയാണ് വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും അവർ ദ്വൈതവനത്തിനകത്ത് കാട്ടിൽ താമസിക്കുന്നത്. കാംലി ഡു ദൈ ഡ്വൽ ഇൻ ദ്വൈത വുഡ്സ്. ദ്വൈത വുഡ് എന്ന് പറയുന്നത് ദ്വൈതവനത്തെയാണ് പറയുന്നത്. കേട്ടാലും രാജാവേ എന്ന് പറഞ്ഞിട്ട് മെസ്സഞ്ചർ ദുര്യോധനൻ രാജാവിനോട് പറയാണ്. കാംലി ഡു ദൈ ഡ്വൽ എന്ന് പറഞ്ഞാൽ അവരവിടെ താമസിക്കുന്നു കാംലി, വളരെ ശാന്തരായിട്ട് ദ്വൈതവനത്തിൽ അവർ താമസിക്കുന്നുണ്ട്. നോട്ട് ഡിസീറ്റ് ഓഫ് യോഴ്സ്. നിങ്ങളുടെ ഒരു ചതിയുടെ ഒരു അംശം പോലും. നമുക്കറിയാം, ഈ ഗാംബ്ലിംഗ് കളിച്ച സമയത്ത്, ചൂത് കളിച്ച സമയത്ത് കൗരവർ കുരുട്ടുബുദ്ധിയിലൂടെയാണ് അവർ ജയിച്ചത്. കള്ളക്കളി കളിച്ചിട്ടാണ് അവർ ജയിച്ചത്, ചതിയിലൂടെയാണ് അവർ ജയിച്ചത്. അതാണ് ഇവിടെ പറയുന്നത്. നോട്ട് ഡിസീറ്റ് ഓഫ് യോഴ്സ്. നിങ്ങളുടെ ഒരു വഞ്ചന പോലും അഫക്റ്റഡ് ഓർ ടച്ചഡ് ദം. അവരെ ടച്ച് ചെയ്തിട്ടില്ല, അവർ അഫക്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങളവർ ചതിച്ചിക്കാണ്ടാണല്ലോ ഇപ്പോൾ രാജാവായത്, പക്ഷേ അതൊന്നും അവരെ ടച്ച് ചെയ്തിട്ടില്ല. അവർ വളരെയധികം പെർഫെക്റ്റായിട്ട് സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. ദി റെഫ്യൂജി ബീയിങ് ദ ഫീറ്റ് ഓഫ് ദ ബെനവലൻറ്റ് ഫോ ഓഫ് ഇൻഫോർണോ. ഈ ഒരു ലൈന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ദി റെഫ്യൂജി ബീയിങ് ദ ഫീറ്റ്. അവർ അഭയം പ്രാപിച്ചിരിക്കുന്നത് ആരുടെ കാൽച്ചുവട്ടിലാണ്? ഓഫ് ദ ബെനവലൻറ്റ് ഫോ ഓഫ് ഇൻഫോർണോ. ഇൻഫോർണോ മീൻസ് ഹെല്ലാണ്, ഫോ മീൻസ് ശത്രു. നരകത്തിൻ്റെ ശത്രുവിന് കീഴിലാണ്. ബെനവലൻ്റാണ് ആ ശത്രു, വളരെയധികം ദയയുള്ള, വളരെയധികം കരുണാമയനായ നരകത്തിൻ്റെ ശത്രു. നരകത്തിൻ്റെ ശത്രു എന്ന് പറയുമ്പോൾ ആരെയും ഗോഡാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ലോർഡ് കൃഷ്ണയാണ്, ഭഗവാൻ കൃഷ്ണയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഭഗവാൻ കൃഷ്ണയുടെ ഒരു ഷെൽട്ടറിലാണ്, അഭയത്തിലാണ് അവർ കാട്ടിൽ താമസിക്കുന്നതെന്ന് പറയാണ്. ഈ ഒരു പാസേജ്, നമ്മളിപ്പോൾ പറഞ്ഞ പാസേജ് കണ്ടോ, ഫസ്റ്റ് സ്റ്റാൻസ, 2 സ്റ്റാൻസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്റ്റാൻസയാണ് ഈ മെസ്സഞ്ചർ കാട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന് ദുര്യോധനൻ രാജാവിൻ്റെ അടുത്ത് പറയുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ഇത് കേട്ട് ദേഷ്യം വരികയാണ് ആർക്ക്? ദുര്യോധനൻ രാജാവിന്. അദ്ദേഹം മറുപടി കൊടുക്കുന്നതാണ് ബാക്കിയുള്ള ഭാഗം. സോ ലെറ്റ്സ് മൂവ്. വെൻ സെൻഡ് ഓൺ എ മിഷൻ, ദുര്യോധന രാജാവ് പറയാണ്, നിന്നെ ഒരു പണിക്കയച്ചാൽ, സെൻഡ് ഓൺ എ മിഷൻ എന്നാണ്, ഒരു പദ്ധതിയുടെ ആവശ്യത്തിന് വേണ്ടി, ഒരു കാര്യം സാധിക്കാൻ വേണ്ടി, ഒരു കാര്യത്തിന് വേണ്ടി നിന്നെ അയച്ചാൽ, ലിമിറ്റ് യുവർ സെൽഫ് ടു ദാറ്റ്. നീ ആ കാര്യം മാത്രം ചെയ്താൽ മതി, അതിൽ നിന്നെ ലിമിറ്റ് ചെയ്തോണം. ഡു നത്തിങ് മോർ. അതിൻ്റെ അപ്പുറത്തോട്ട് നീ ഒന്നും ചെയ്യേണ്ടതില്ല. നിന്നെ ഞാൻ പറഞ്ഞയച്ചത് അവർ ജീവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. പക്ഷേ നീ ഇവിടെ പറയുന്നത് ഞാൻ അവരെ ചതിച്ചു, ആ ചതിയൊന്നും അവരെ അഫക്റ്റ് ചെയ്തിട്ടില്ല, അവർ കൃഷ്ണയുടെ ഫീറ്റിന് കാൽച്ചുവട്ടിൽ അഭയം തേടിയിരിക്കുകയാണ്, വളരെയധികം സന്തോഷത്തോടെ അവർ ജീവിക്കുന്നതോ, അതല്ല എനിക്ക് കേൾക്കേണ്ടത്. എനിക്ക് കേൾക്കേണ്ട കാര്യങ്ങളാണ്, അത് മാത്രം നീ പറഞ്ഞാൽ മതി, ബാക്കിയുള്ളതൊന്നും നീ പറയേണ്ട. അതാണ് ഈ ലൈൻ ഉദ്ദേശിക്കുന്നത്. ലിമിറ്റ് യുവർ സെൽഫ് ടു ദാറ്റ്. നീ ആ പണി മാത്രം നോക്കിയാൽ മതി. ഡു നത്തിങ് മോർ. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഹേ യു ബ്രൂട്ട് ഓഫ് മാൻ. നീ എന്തൊരു ക്രൂരനാണ് മനുഷ്യ. ദുര്യോധനൻ രാജാവ് ആ മെസ്സഞ്ചറോടായിട്ട് പറയാണ്, ഹേ യു ബ്രൂട്ട് ഓഫ് മാൻ, നീ ക്രൂരനാണോ? ട്രൈ നോട്ട് ടു ഫൂൾ മീ സ്ലൈലി. സ്ലൈലി മീൻസ് വളരെ സൂത്രത്തോടു കൂടി, കാപട്യത്തോടു കൂടി നീ എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുകയാണോ? നീ ക്രൂരനായിട്ടുള്ള മനുഷ്യനാണോ എന്ന് ചോദിക്കുകയാണ് ആ വ്യക്തിയോട് ദുര്യോധന രാജാവ്. കാരണം നീ എന്നെ വിഡ്ഢിയാക്കുകയാണ്, നീ അവരോടൊപ്പം ചേർന്ന് എന്നെ വിഡ്ഢിയാക്കാൻ നോക്കുകയാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സൈഡ് വിത്ത് ഏബിൾ പാണ്ഡവാസ്. കണ്ടോ, പാണ്ഡവന്മാരുടെ ഭാഗം ചേർന്നുകൊണ്ട്, അവരുടെ സൈഡിൽ നിന്നുകൊണ്ട് നീ അവരുടെ കാര്യങ്ങൾ പുകഴ്ത്തി പറഞ്ഞ് നീ എന്നെ വിഡ്ഢിയാക്കാൻ നോക്കുകയാണോ? യു റിയലി മസ്റ്റ്. നീ ചിലപ്പം അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് എന്ന് ദുര്യോധന രാജാവ് പറയാണ്. ദ വൺ ഹൂ ഡൈൻസ് ഫ്രം മൈ ഫീറ്റ്. ഞാൻ തരുന്ന വിഭവസമൃദ്ധമായ എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് ഡെയർസ് ടു അലി ഹിംസെൽഫ് വിത്ത് ദ മൈ ഫോ. എൻ്റെ ശത്രുക്കളോട് നീ, അലി മീൻസ് സഖ്യം,
സഖ്യകക്ഷി ആവുക എന്നുള്ളതാണ്, അവരുടെ ഭാഗം ചേർന്ന് അവരോടായിട്ട് കമ്പനി ആവുക എന്നുള്ളതാണ്. സോ ഞാൻ തരുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് എൻ്റെ കൊട്ടാരത്തിൽ നിന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചിട്ട് നിന്നെ ഞാനൊരു ജോലിക്ക് അയച്ചിട്ട് നീ ചെയ്യുന്നത് എന്താ, എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നീ പറയുന്നത്. സോ ഡെയർസ് ടു അലി ഹിംസെൽഫ് വിത്ത് മൈ ഫോഴ്സ്, എൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ശത്രുക്കളാണ്. എൻ്റെ ശത്രുക്കളോട് നീ അലി സഖ്യമുണ്ടാക്കിയോ, എന്നിട്ട് നീ അവരുടെ കൂടെ ചേർന്നോ, എന്നിട്ട് നീ എന്നെ ഇങ്ങനെ പറയുകയാണോ എന്ന് ചോദിക്കുകയാണ്. ആൻഡ് പോണ്ടിഫിക്കേറ്റ് ബ്രേസൻലി, പിന്നെ അദ്ദേഹം പറയുകയാണ് പോണ്ടിഫിക്കേറ്റ് വളരെയധികം സൂത്രത്തോടു കൂടി, ഒരു നാണവുമില്ലാതെ, ഒരു രീതിയിലുള്ള നാണവോ കാര്യമോ ഇല്ലാതെ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇത്രയും നെറികെട്ട കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. നിനക്ക് നാണമില്ലേ എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് എനിക്കെതിരെ സംസാരിക്കാൻ, അവരെ പുകഴ്ത്തി സംസാരിക്കാൻ നിനക്ക് നാണമില്ലേ എന്ന് പറയാണ്. ഓൺ മൈ വോയിസസ് ആൻഡ് ദെയർ വേർച്യു, നീ പറയുന്നത് ഓൺ മൈ വോയിസസ് എൻ്റെ കുറ്റങ്ങളെക്കുറിച്ചാണ്, ആൻഡ് ദെയർ വേർച്യു അവരുടെ നന്മകളെക്കുറിച്ചാണ്. നീ അവരുടെ നന്മകളെക്കുറിച്ച് പറയുന്നു, എൻ്റെ കുറ്റങ്ങളെക്കുറിച്ച് പറയുന്നു. ഞാൻ ആ പണിക്കല്ല നിന്നെ അയച്ചത്, നിന്നെ ഒരു കാര്യത്തിന് അയച്ചിട്ടുണ്ട്, നീ ആ കാര്യം മാത്രം ചെയ്താൽ മതി എന്നാണ് ഫസ്റ്റത്തെ ലൈൻ നമ്മൾ കണ്ടത്. വെൻ സെൻഡ് ഓൺ എ മിഷൻ ലിമിറ്റ് യുവർ സെൽഫ് ടു ഡു ദാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദുര്യോധന രാജാവ് ഇങ്ങനെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു ഭാഗം, ഹാപ്പിലി യു ഷുഡ് ഗോ ഓവർ ടു ദം, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, നിനക്ക് അവരോട് സഖ്യം ചേർന്നിട്ട് അവരുടെ കൂടെ നിൽക്കാനാണ് നിൻ്റെ താല്പര്യമെങ്കിൽ ഹാപ്പിലി യു ഷുഡ് ഗോ, നീ സന്തോഷത്തോടെ പോ ഓവർ ടു ദം, അവരോടൊപ്പം നീ സന്തോഷത്തോടെ പോയിക്കോ, എന്നിട്ട് നീ കാട്ടിൽ ജീവിച്ചോ. ആൻഡ് സസ്റ്റെയിൻ യുവർ സെൽഫ് ഓൺ ബെറീസ് ആൻഡ് ഫ്രൂട്ട്സ്, എന്നിട്ട് നീ എന്ത് ചെയ്യുക, ദ്വൈതവനത്തിൽ പോയിട്ട് നീയും അവരോടൊപ്പം ചേർന്നിട്ട് ബെറീസും കായ്ക്കനികളും ഫ്രൂട്ട്സ്, പഴങ്ങളും കായ്ക്കനികളും പച്ചക്കറികളും ഇങ്ങനത്തെ കാട്ടിൽ കിട്ടുന്ന ഫുഡ് മാത്രം കഴിച്ചുകൊണ്ട് നീ സസ്റ്റെയിൻ ചെയ്തോ, നീ സർവൈവ് ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. ഫോർ എനിമീസ് പ്രൂവ് യൂസ്ഫുൾ ദാൻ ആലീസ് ഹൂ ആർ ജെൻ്റലി ജനറസ് ടു എനിമീസ്. ഇവിടെ ഇദ്ദേഹം പറയുന്ന ലൈൻ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. അപ്പോൾ നമുക്കറിയാം, മലയാളത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ചോറിവിടെയും കൂറവിടെയും. ഇവിടുത്തെ ചോറ് തിന്നിട്ട് രാജാവിനെതിരെ പറയാണ്, പാണ്ഡവർക്കൊപ്പം നിന്നിട്ട് അവരോട് ഒരു അനുകമ്പ തോന്നുന്ന രീതിയിലാണ് ഈ മെസ്സഞ്ചർ ദൂതൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഫോർ എനിമീസ് പ്രൂവ് യൂസ്ഫുൾ ദാൻ അലീസ്, പ്രത്യക്ഷത്തിലുള്ള എൻ്റെ ശത്രുക്കൾ അവരാണ് നല്ലത് ആരെക്കാട്ടിലും, ഹു ആർ ജെൻ്റലി ജനറസ് ടു എനിമീസ്, എൻ്റെ കൂടെ നിന്ന്, എൻ്റെ തോളത്ത് നിന്ന്, എൻ്റെ ചെവി തിന്നുന്ന, എൻ്റെ കൂടെ നിന്ന് എനിക്ക് എതിരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന, ഗോസിപ്പ് ഉണ്ടാക്കി നടക്കുന്ന നിന്നെപ്പോലെയുള്ള ആൾക്കാരെക്കാട്ടി നല്ലത് പാണ്ഡവരാണ്. കാരണം പ്രത്യക്ഷത്തിൽ അവരെൻ്റെ ശത്രുക്കളാണ്. ഓക്കെ, പക്ഷേ അപ്പോൾ ഞാൻ പ്രിപ്പയർഡാണ്, എനിക്ക് അവരെ നേരിടാം ഏത് സമയത്തും. പക്ഷേ എൻ്റെ കൂടെ നിന്ന് എന്നെ ചതിക്കാൻ വേണ്ടി നിൽക്കുന്ന, എന്നെ ഉറ്റുകൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന, എനിക്കെതിരെ കുറ്റം പറയുന്ന നിന്നെപ്പോലെ ഉള്ള ആൾക്കാരെക്കാട്ടിൽ എത്രയോ ഭേദമെന്നാണ് പ്രത്യക്ഷത്തിലുള്ള എൻ്റെ ശത്രുക്കൾ തന്നെയാണെന്ന് പറയുന്നു. സോ നമ്മൾ മലയാളത്തിൽ ഒരുപാട് കേട്ടതാണ്, കൂടെ നിന്ന് നമ്മളെ ഒറ്റുകൊടുക്കുന്ന മിത്രത്തെക്കാളും എത്രയോ ബെറ്ററാണ് ഒരു പ്രത്യക്ഷത്തിലുള്ള നമ്മുടെ ശത്രു. ആ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു ലാസ്റ്റ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയട്രിയിലുള്ളത്. നിങ്ങളിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിച്ച് നോക്കുക. നാളെയുള്ള ഇൻറ്റേർണൽ എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മളിതൊന്ന് കവർ ചെയ്തത്. ഓക്കെ, ഈ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്, കുഞ്ചൻ നമ്പ്യാരുടെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞു വെക്കുക. ത്രയകവികൾ ആരൊക്കെയാണെന്ന് അറിഞ്ഞു വെക്കുക. ഘോഷം എന്ന് പറയുന്ന ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് അറിഞ്ഞു വെക്കുക. പാണ്ഡവരും കൗരവരും ഒരു ഗെയിം നടക്കുകയാണ്. ആ ഗെയിമിൻ്റെ അനന്തരഫലമായി കൗരവർ കുബുദ്ധിയിലൂടെ ജയിക്കുകയാണ്, പാണ്ഡവർ തോൽക്കുകയാണ്. ആ തോൽക്കുന്ന ആൾക്കാരെന്ത് ചെയ്യും, 12 വർഷം കാട്ടിനകത്ത് ജീവിക്കണം, അതാണ് അവർക്കുള്ള ശിക്ഷ. ഓക്കെ, അപ്പോൾ ഒരു വർഷം, 12 വർഷം കാട്ടിനകത്തും 1 വർഷം അജ്ഞാതവാസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അവർ കാണാൻ പാടില്ല, അവരങ്ങനെ നാട് ചുറ്റി ഊഴി തണ്ടി നടക്കുന്ന ആൾക്കാരെ പോലെ 1 വർഷം വീണ്ടും ജീവിക്കണം. ടോട്ടൽ 13 വർഷമാണ് ഇവർക്കുള്ള ശിക്ഷ. ഓക്കെ, വിജയിച്ച ആൾക്കാരായിട്ടുള്ള കൗരവർ രാജാവായി അവർ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുകയാണ്. ഓക്കെ, ഒരിക്കലും കൗരവർ ആ ഒരു സ്ഥാനത്ത് തുടരാൻ അർഹരല്ല. കാരണം കുബുദ്ധിയിലൂടെയാണ്, ചതിയിലൂടെയാണ് അവർ ആ ഒരു ഗെയിം വിജയിച്ച് അവർ ഈ ഒരു കിങ്ങിൻ്റെ, ഒരു രാജാവിൻ്റെ പൊസിഷനിൽ ദുര്യോധനൻ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു മഹാഭാരതത്തിലുള്ള 9ാമത്തെ ചാപ്റ്ററായിട്ടുള്ള വനപർവം എന്ന് പറയുന്ന അധ്യായത്തിലെ പർവം എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ് മഹാഭാരതത്തിലെ മീനിങ്. പർവം ചാപ്റ്റർ. അപ്പോൾ വനപർവം, ഓക്കെ, വനത്തെക്കുറിച്ച് പറയുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ദ്വൈത വനത്തിലോട്ട് 12 വർഷത്തെ താമസത്തിന് വേണ്ടി പാണ്ഡവർ പോയ ആ ചരിത്രത്തിൻ്റെ ബേസിലാണ് ഈ ഒരു പോയം എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. സോ യു മസ്റ്റ് ഗോ ടു ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ടു മീ അറ്റ് എനി ടൈം ആൻഡ് ബി പ്രിപ്പയർ ഫോർ ദ എക്സാം ഓൺ ടുമോറോ. ഓക്കെ, ബൈ, സി യു.